ഹായ്, ഞാൻ വിദ്യ. ഹരിതം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികൾ വരെ ഫോണിനും ടിവിക്കും ഒക്കെ അഡിക്റ്റ് ആയിട്ട് അവർ കൂടുതൽ ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പേരൻസ് അവർക്ക് ഒന്ന് അടങ്ങിയിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ഫോണൊക്കെ കൊടുത്തിട്ട് അവരുടെ ജോലികൾക്കായിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണാം. എന്നാൽ പിന്നീട് അവർക്ക് അതൊരു അഡിക്ഷൻ ആയിട്ട് കുട്ടികൾക്ക് മാറുമ്പോൾ പാരൻസിന് അത് എങ്ങനെ എടുത്ത് മാറ്റണം എന്ന് അറിയുന്നുണ്ടായിരിക്കില്ല. ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് സ്ക്രീൻ ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ കൂടുതലായിട്ട് നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ് നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ളത്. ഇങ്ങനെ കൂടുതലായിട്ടും അറ്റൻഷനൊക്കെ കുറയുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇവരുടെ ഈ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു എബിലിറ്റി അവിടെ കുറഞ്ഞു വരികയാണ്. അവർ കൂടുതലായിട്ടും ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ അവർക്കൊരു മടി പിടിച്ച് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ കുട്ടികൾ കൂടുതലായിട്ടും ഈ ഫോണിൽ കാണുന്ന കണ്ടൻസ് ഇതിനൊരു നല്ലൊരു ബാധിക്കുന്ന ഘടകമാണ്. അതായത് കൂടുതലും ഹാംഫുള്ളായിട്ട് കാണുന്ന വീഡിയോസ്, ഗെയിംസ് ഒക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് പിന്നീട് അവരുടെ സ്വഭാവത്തിനും അതേപോലെ ഒരു അഗ്രസീവ്നെസ് കാണുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. സ്ക്രീൻ ടൈം കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ലൈഫിനെയൊക്കെ ആയിരിക്കും. ഫിസിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പിന്നീട് ആ കളിയൊക്കെ നിർത്തിയിട്ട് ഇവർ കൂടുതലായിട്ടും ഫോണിലേക്ക് ചുരുങ്ങുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും ഒബേസിറ്റി പോലുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ അവർ ഫോൺ കൊണ്ടുവച്ച് കഴിക്കുമ്പോഴൊക്കെ ആ ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ വരുമ്പോൾ അവിടെ ഡൈജഷൻ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ പോസ്ചറിന് പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഫിസിക്കലായിട്ട് അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇവർ ഉറങ്ങുന്ന ടൈമിൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഉറങ്ങുകയാണെങ്കിൽ കൂടുതലായിട്ടും ആ ഫോണിൽ കൂടെ വരുന്ന ബ്ലൂ ലൈറ്റ്സ് ഒക്കെ അവരുടെ മെലാറ്റോണിൻ്റെ അളവിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ട് അത് സ്ലീപ്പിനെയും ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെ സ്ക്രീൻ ടൈം കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് അവരുടെ റുട്ടീൻസിനെ കൂടുതലായിട്ടും ബാധിക്കുന്നതായിട്ട് അപ്പോൾ നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഇനി കൂടുതലായിട്ടും അവരുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ടും ഈ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതിനൊക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ടാവും. അതായത് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള അവരുടെ എബിലിറ്റീനെയൊക്കെ അത് നന്നായിട്ട് ബാധിക്കുന്നുണ്ടാവും. കുട്ടികൾക്ക് ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരാളോട് സംസാരിക്കണം എന്നീ കാര്യങ്ങൾക്കൊക്കെ ഇത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ടും അറ്റൻഷൻ, മെമ്മറി, കൂടുതലായിട്ടും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിനൊക്കെ അവർ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ അറ്റൻഷൻ കൂടുതലായിട്ടും കുറയുന്ന കുട്ടികൾക്ക് പിന്നീട് അവരുടെ അക്കാഡമിക് പെർഫോമൻസിനെയൊക്കെ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ പിന്നീട് സ്ക്രീൻ ടൈമൊക്കെ കൂടുമ്പോൾ അവർ ആ ഒരു അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ കുറഞ്ഞിട്ട് എക്സാംസിൻ്റെ മാർക്ക് കുറയുന്നതായിട്ടും അവർക്ക് പിന്നീട് ശ്രമിക്കുമ്പോൾ അത്തരത്തിൽ അവരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഇനി ഈ സ്ക്രീൻ ടൈം എങ്ങനെ നമുക്ക് മാനേജ് ചെയ്തിട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് കുട്ടികൾക്ക് എപ്പോഴും പാരൻസ് ഒരു റോൾ മോഡലായിട്ട് മാറുക. അതായത് കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളും ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ടൈം കുറയ്ക്കുക. കുട്ടികളുടെ മുന്നിൽ വെച്ച് യൂസ് ചെയ്യുന്നതൊക്കെ കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ അവർക്കും ഒരു മോഡലിംഗ് ഒക്കെ ആയി മാറുകയാണെങ്കിൽ അങ്ങനെ നമുക്കിത് കുറച്ചുകൊണ്ട് വരാം. രണ്ടാമതായിട്ട് നമുക്കതിനൊരു ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ് യൂസ് ചെയ്യാം. അതായത് കൂടുതലായിട്ടും ഈ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ കുട്ടികളെ കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ റീഡിങ് ടൈം, ഹോം വർക്ക് ടൈമൊക്കെ ആയിട്ട് അതിനെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഓരോ കുട്ടികളുടെയും ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യാൻ നോക്കുക. ഒരു 2 വയസ്സിന് വരെയുള്ള കുട്ടികൾക്കൊക്കെ സ്ക്രീൻ ടൈം പൊതുവെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത് 2 വയസ്സിന് മുകളിലേക്ക് അല്ലെങ്കിൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു 1 അവർ ഒക്കെ ആയിരിക്കും സ്ക്രീൻ ടൈം കൊടുക്കുന്നത് നല്ലത്. 5 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഈ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ദോഷഫലങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ, ബുള്ളീസ്, ഇങ്ങനത്തെ കാര്യത്തിനെ കുറിച്ചൊക്കെ കുട്ടികളെ കൂടുതലും മനസ്സിലാക്കി കൊടുക്കുക. ഇതിന് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫോൺ ഉപയോഗിക്കുമ്പോഴുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടും അവർക്ക് കൂടുതലായിട്ടും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ കുട്ടികളിൽ ഈ ഫോണിൻ്റെ യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ ടൈം കുറച്ചുകൊണ്ട് വരിക. പെട്ടെന്ന് ഒരു ദിവസം അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണൊക്കെ എടുത്ത് മാറ്റാതെ അത് അവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു ടൈം കുറച്ച് കൊണ്ടുവരിക. ഇപ്പോൾ 6 അവർ യൂസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ പിറ്റേ ദിവസം ഒരു 1 അവർ കുറച്ചുകൊണ്ട് വരാം. അങ്ങനെ ഇങ്ങനെ ടൈം കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത് അവരെ അധികം അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്.
നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുട്ടികൾ, ഈ വളരെ ചെറിയ കുട്ടികൾ പോലും പാരൻസ് അവരുടെ അടുത്ത് ഫോണൊക്കെ കൊടുത്തിട്ട് അവർ മാറിക്കളയും. എന്നാൽ കുട്ടികൾ ആ കണ്ടന്റിൽ കൂടുതലായിട്ടും ഇരുന്നിട്ട് അവർ കൂടുതലായിട്ടും അതിൽ അഡിക്റ്റഡ് ആയിട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ടാവും. എങ്ങനെയാണ് ഈ കുട്ടികൾ ഈ കൂടുതലായിട്ടും ഈ കാർട്ടൂൺ പോലുള്ള ഷോസിൽ അല്ലെങ്കിൽ ഗെയിംസിലൊക്കെ എങ്ങനെ കൂടുതലായിട്ടും അഡിക്റ്റഡ് ആവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ ഈ കാർട്ടൂൺ ചാനൽസ് ഒക്കെ കൂടുതലായിട്ടും ഈ വൈബ്രന്റ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കാർട്ടൂൺസ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഷോർട്സ് ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ കാർട്ടൂൺസിൽ അല്ലെങ്കിൽ ഈ കിഡ്സിന്റെ കൂടുതലായിട്ടും സോങ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്തായിരിക്കും ഇതിന് കാരണം? കൂടുതലായിട്ടും വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ കാണുമ്പോൾ കുട്ടികളും അതിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരിക്കാനുള്ള അല്ലെങ്കിൽ കുട്ടികളെ കൂടുതലും ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു അട്രാക്ഷൻ ആയിട്ടാണ് അവരത് യൂസ് ചെയ്യുന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഷോർട്സ് ഒക്കെ കൂടുതലായിട്ടും കുട്ടികൾ കാണുമ്പോൾ അത് അവരുടെ അറ്റൻഷനൊക്കെ ബാധിച്ചിട്ട് അവർക്ക് ചില സെൻസറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും വിർച്വൽ ഓട്ടിസം പോലുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ഇപ്പോൾ കൂടി വരുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ടാവും. ഇത്തരം ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നത് കൂടുതലായിട്ടും കുട്ടികളിൽ അവർക്ക് ഈ കാണുന്ന ഷോസിൽ കൂടെ വരുന്ന ഈ വിഷ്വൽസ് ഒക്കെ അവരുടെ റിയൽ ലൈഫിൽ ഇത് കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ അവർക്ക് റിയൽ ലൈഫ് കുറച്ചുകൂടി ബോറിംഗ് ഒക്കെ ആയിട്ട് തോന്നുമ്പോഴാണ് അവർ കൂടുതലായിട്ടും ഈ സെൻസറി ഇഷ്യൂസ് ഒക്കെ കുട്ടികളിൽ വരാൻ ചാൻസസ് കൂടുതൽ. അപ്പോൾ പാരൻസ് കൂടുതലായിട്ടും കുട്ടികളെ കയ്യിൽ നിന്ന് ഈ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് കൂടുതലായിട്ടും ഈ ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസസ് ആണ്. അതുപോലെ തന്നെ അവരുടെ അറ്റൻഷനെയും കോൺസെൻട്രേഷനെയും ഒക്കെ ഇത് ബാധിക്കും. ഇത്തരം കൂടുതൽ ഷോസ് ഒക്കെ കാണുന്നതിൽ കൂടി കുട്ടികൾ കൂടുതലായിട്ടും അവരുടെ ബിഹേവിയറിൽ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി, അതുപോലെ തന്നെ വാശി, ടെമ്പർ ടാൻട്രംസ് ഒക്കെ കുട്ടികളിൽ കൂടുതലായിട്ടും വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത്തരം സ്ക്രീൻ ടൈം ഒക്കെ കുട്ടികളിൽ കൂടുതലായിട്ടും മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൻ്റെ യൂസ് ഒക്കെ കുറച്ച് വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ നെഗറ്റീവ് വശങ്ങളൊക്കെ കുട്ടികൾക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ആയിരുന്നെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ടും അതിലേക്ക് അഡിക്റ്റഡ് ആവുന്ന ബിഹേവിയേഴ്സ് ഒക്കെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഈ എക്സസീവ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കുട്ടികളുടെ കൂടുതലായിട്ടും നമ്മൾ പറഞ്ഞു വരുന്നത് അവരുടെ സോഷ്യൽ, കോഗ്നിറ്റീവ്, ഫിസിക്കൽ ലൈഫിനെയൊക്കെ അത് നന്നായിട്ട് ബാധിക്കും. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ അവർ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കൊക്കെ ഈ സ്ക്രീൻ ടൈം വരുമ്പോൾ ആ കളി കുറഞ്ഞിട്ട് അവർ കൂടുതലും ഒരു ഒബേസിറ്റി പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അവരുടെ പോസ്ചറിൽ, അവരുടെ കണ്ണുകൾക്കൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ സോഷ്യൽ ലൈഫിൽ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയാൻ ചാൻസസ് കൂടുതലാണ്. അവർക്ക് ഒരാളോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ ഒരാൾ എമ്പത്തറ്റിക്കലി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ കൊഗ്നിറ്റീവായിട്ടുള്ള അവരുടെ ലാംഗ്വേജിൽ, അറ്റൻഷനിൽ, കോൺസെൻട്രേഷൻ ഒക്കെ ഇത് ബാധിക്കും. അങ്ങനെ അവരുടെ അക്കാഡമിക് പെർഫോമൻസിനെ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സ്ക്രീൻ ടൈം മാനേജ്മെൻറ്റ്, അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികളെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരെ കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിക്കുക. എങ്ങനെ കൂടുതലായിട്ടൊരു ക്വാളിറ്റി ലൈഫ് അല്ലെങ്കിൽ ഫാമിലി ലൈഫിനെ കുറിച്ചിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക. പാരൻസ് കൂടുതലും അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. അവരെ കൂടുതലും റുട്ടീനിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അവർക്ക് നല്ലൊരു സ്ലീപ്പ് റുട്ടീൻസ് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ അവരെ അക്കാഡമിക് പെർഫോമൻസിനെ, അതുപോലെ തന്നെ അവരുടെ സ്കിൽസ്, അവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ, അതിനെയൊക്കെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും ഈ സ്ക്രീൻ ടൈം മാനേജ് ചെയ്തിട്ട് അവരെ ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.